ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം ഒരു 6:45 കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ രാവിലത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 5 മാസമായി കാണും. അപ്പോഴൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വീഡിയോ കാണാനോ ഒരു ലൈക്ക് ചെയ്യാനോ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വീഡിയോസ് ഇട്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെയൊക്കെ ആര് സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതിയിട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്ത് നോക്കാം, കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ മാത്രം സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്തും വരട്ടെ എന്നും പറഞ്ഞ് വീണ്ടും ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്താണ് ഇന്നലെ ആ വീഡിയോ ഇട്ടത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളെ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇന്ന് വിചാരിച്ചു ഇന്നലെ നൈറ്റ് കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചോറും മീൻകറിയും ഒരു ചെറിയൊരു അവിയലും വെക്കാമെന്ന് കരുതി. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ളതും എല്ലാം വെക്കും. കാരണം ഇക്കാക്ക് ഫുഡ് കൊടുത്ത് വിടുന്നതുകൊണ്ട് ഉച്ചയ്ക്കുള്ളത് വലിയ മഴയും ഇടിയൊക്കെയാണ്. ഇവിടെ നാട്ടിലും ദിവസം കൊണ്ട് വലിയ മഴയാണ്. പകലും തന്നെ രാത്രിയെന്നല്ലാതെ വലിയ മഴയും. നല്ല രസമാണ് ഇവിടെ കാണാൻ. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുണി ഉണങ്ങത്തില്ല. പിന്നെ ഞാനാണെങ്കിൽ എന്നാലും കഴിവും, കാരണം മേളിൽ റൂഫ് അടിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും തുണി അലക്കാറുണ്ട്. എന്തായിരുന്നാലും ഒരു ദിവസം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒതുക്കി മീൻകറിയും അവിയലും മോന് പാലും കാച്ചി വെച്ചു. പിന്നെ മീനും പൊരിച്ചു. എന്നിട്ട് തന്നെ കിച്ചണൊക്കെ ഒതുക്കി ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ഇക്കാക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.